ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് കിച്ചൺ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു കറിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പയറാണ്. ഇതാണ് ഈ വെളുത്ത പയറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുതിർത്താതെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് അതിഥികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് കുതിർത്തിയിട്ടും ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊന്നും പറ്റാത്ത കാരണം ഇപ്പോൾ കുതിർത്താതെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സാധനങ്ങളാണ് ഞാൻ പറയാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 1 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2 തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ താളിക്കാൻ കടുക് വേണം, പിന്നെ കുറച്ച് പെരുംജീരക പൊടി വേണം, പിന്നെ ഗരം മസാല വേണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യമായിട്ട് കുക്കറിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്കിടാം. കുക്കറിലേക്കിട്ട് ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് കുതിർത്താത്ത കാരണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ഞാനൊരു 4 കപ്പോളം, ഈ കപ്പിന് ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കപ്പിന് തന്നെയാണ് വെളുത്ത പയറും അളന്നെടുത്തത്. പിന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് 2 തക്കാളി എടുത്താൽ മതിയാവും. ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എളുപ്പമാണ്. ഇതേപോലെ അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കും വേണം. എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആക്കുന്നതിനൊക്കെ കൂടുതൽ ചതച്ചിടുമ്പോഴാണ് കറികൾക്കൊക്കെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. അതായത് വിസിൽ വന്നിട്ട് 15 മിനിറ്റ് ഞാൻ തീ കുറച്ച് സിമ്മറിൽ വെച്ചു. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിലത്തെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒക്കെ വെന്ത് വന്നിരിക്കുന്നു. നല്ല വെന്തിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ ഇത് പയറ് വെന്ത് കിട്ടി. നമുക്ക് പാകത്തിന് വെന്തിരിക്കുന്നു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. 1 ടീസ്പൂണ് വേണമെന്നില്ല, ഒരു 3/4 ടീസ്പൂണ് മതി. ഈ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ചേർക്കണം.
കടുക് പൊട്ടാൻ തുടങ്ങി. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. ഇതിലേക്ക് സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം ചേർത്ത് വഴറ്റിയതിന് ശേഷം സവാള ഇട്ടാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. വഴന്ന് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി ചേർത്തു. മല്ലിപ്പൊടി ചേർത്തു. സോറി, ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറണം. പെരിഞ്ജീരകപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. സോറി, ഞാനൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. തക്കാളി ചേർത്തത് എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ തക്കാളി ചേർത്തിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പാകമാവുന്ന വരെ കുറച്ച് നേരം നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞുണ്ട്. അത് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നും കൂടി വഴറ്റി കൊടുക്കാതെ. നല്ല മസാല, നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ല വഴന്ന് വരണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര പച്ചമണം മുഴുവൻ മാറണം. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വേവിച്ച പയർ ചേർക്കാം.
തീ കൂട്ടി കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളയ്ക്കണം. പയറ് ആവശ്യത്തിനാണ് വെന്തിട്ടുള്ളൂ. ഇത് പുട്ടിന്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പുട്ടിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെയും കഴിക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എനിക്ക് ഇതാണ് കൺസിസ്റ്റൻസി പാകം. നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. തള വന്ന് തുടങ്ങി. ഇനി തള വന്നിട്ട് ഒരു 8 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച്, 8 മുതൽ 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തീ കുറയ്ക്കണം. ഈ പയറിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് ആകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം, തീ കുറയ്ക്കാം. ഇനി നമുക്ക് 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ റെഡിയായി. പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ആ കറിയുടെ ആ ടേസ്റ്റ് പോകും. ഇതിപ്പോൾ പാകത്തിന് വെള്ളമായിട്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറുകും. നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഓരോരുത്തരും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് ടേസ്റ്റ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഇത്ര മതി. അല്ലാന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളുടെ ഇഷ്ടം പോലെ ഗരം മസാലയൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഗരം മസാല ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളക്കട്ടെ, കറി ഒന്ന് തിളക്കട്ടെ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ചേർക്കാം. നമ്മുടെ ടേസ്റ്റി കറി റെഡിയായി. നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിത് സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. അപ്പം നമ്മുടെ പയറ് കൊണ്ടുള്ള മസാല കറി തയ്യാറായി. ഇതിലിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു 2 നുള്ള് പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും കൂടി അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.